പ്രേക്ഷകരെ, പതിവ് പോലെ നമുക്ക് ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെ പ്രധാനപ്പെട്ട പത്രവാർത്തകളിലൂടെ ഒന്ന് സഞ്ചരിച്ചു വരാം. ഏതൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളാണ്? നമ്മൾ മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, മാധ്യമം, ദ ഹിന്ദു പത്രങ്ങളിലൂടെ വളരെ വേഗം ഒന്ന് സഞ്ചരിക്കും. പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കൊന്ന് നോക്കാം. മാതൃഭൂമിയിൽ പഠിച്ചിട്ടില്ല പഠിക്കും എന്ന തലക്കെട്ടിൽ കടൽ മണൽ ഖനനത്തിൻ്റെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് കേന്ദ്ര മന്ത്രാലയം പറയുന്നു. അപ്പോൾ പരിസ്ഥിതി ആഘാതം സമരം കൊണ്ട് നേട്ടമായി തീരദേശ ഹർത്താൽ ഇതിന് സമ്പൂർണ്ണമായിരുന്നു കേരളത്തിൽ. ഇതിൽ കടൽ മണൽ ഖനനം എപ്പോഴാണ് നടക്കുക? പരിസ്ഥിതി ആഘാത പഠനം പഠിച്ചതിനു ശേഷം. അപ്പോൾ പഠിച്ചിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞത് ശരിയാണ് എന്ന് കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നുണ്ട്. ഒരു ഫോട്ടോ അടക്കമാണ് മാതൃഭൂമി ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കടൽ മണൽ ഖനനത്തിനെതിരെ നടന്ന ഹർത്താലിന് ഐക്യദാർഢ്യവുമായി കൊല്ലം രൂപതയുടെ നേതൃത്വത്തിൽ ശക്തികുളങ്ങരയിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ച ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാർത്ത ഞാൻ വായിക്കാം. പരിസ്ഥിതി ആഘാത പഠനം നടത്തി മാത്രമേ കൊല്ലം തീരത്തെ 3 ബ്ലോക്കുകളിൽ കടൽ മണൽ ഖനനം തുടങ്ങൂ എന്ന് കേന്ദ്രം. ആശ്വാസകരമാണ്. ഖനനത്തിനായുള്ള ലേല പ്രക്രിയയുടെ തുടക്കമാണ് നടന്നതെന്നും വിശദമായ പാരിസ്ഥിതികാഘാത പഠനം ടെൻഡർ നൽകിയ ശേഷം നടത്തുമെന്നും ഖനന മന്ത്രാലയം സെക്രട്ടറി വീൽ കാന്താറാവു മാതൃഭൂമിയോട് പറഞ്ഞു. മനസ്സിലായില്ല? അപ്പോൾ പരിസ്ഥിതിയാഘാത പഠനം നടത്താതെ ടെൻഡർ ക്ഷണിക്കുന്നത് എന്തിനാ? പരിസ്ഥിതിയാഘാത പഠനത്തിൽ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ ഈ വിളിച്ച ടെൻഡർ പാഴാവൂല്ലേ? അപ്പോൾ പരിസ്ഥിതിയാഘാത പഠനം നടത്തി കുഴപ്പമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമല്ലേ ടെൻഡർ വിളിക്കേണ്ടത്? അങ്ങനെയല്ലേ നടപടി? പക്ഷേ ഇവിടെ സർക്കാർ ചെയ്യുന്നത് തലതിരിച്ചാണ്. ടെൻഡർ ലഭിക്കുന്ന കമ്പനി ആയിരിക്കും പരിസ്ഥിതിയാഘാത പഠനം നടത്തുക. ബെസ്റ്റ് ഏജൻസിയെ, ആഘാത പഠനം നടത്തുന്ന ഏജൻസിയെ നിശ്ചയിക്കുക ആ കമ്പനിയായിരിക്കും. മാർച്ചോടെ ടെൻഡർ നടപടി പൂർത്തിയാക്കാനാണ് ശ്രമം. കൊച്ചിയിൽ സർക്കാർ പ്രതിനിധികളെയും മത്സ്യമേഖലയുള്ളവരെയും ഉൾപ്പെടുത്തി ശില്പശാല നടത്തിയാണ് നടപടികളിലേക്ക് കടന്നത്. നിലവിൽ വിദഗ്ധ സംഘം പരിശോധിച്ച ശേഷമാണ് കൊല്ലത്തെ 3 ബ്ലോക്കുകൾ ഖനനത്തിനായി കണ്ടെത്തിയത്. ഇവിടെ സമുദ്ര ജൈവ ആവാസ വ്യവസ്ഥ വളരെ കുറവും ധാതുക്കൾ വളരെ കൂടുതലുമാണ്. തിരഞ്ഞെടുത്ത പ്രദേശം തീരത്ത് നിന്ന് 50 കിലോമീറ്റർ അപ്പുറമാണ്. 20-25 കിലോമീറ്ററിലാണ് മീൻപിടുത്തം നടക്കുന്നത്. മത്സ്യബന്ധനത്തെ ബാധിക്കില്ലെന്ന് പറയുന്നില്ല. അതേക്കുറിച്ച് വിശദമായ പഠനം നടത്തിയ ശേഷമേ ഖനനത്തിലേക്ക് നീങ്ങുകയുള്ളൂ എന്നാണ് കേന്ദ്ര മന്ത്രാലയം പറയുന്നത്. കാന്താറാവു ഖനന മന്ത്രാലയം സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. മാതൃഭൂമിയും ഈ വാർത്ത തന്നെ മനോരമയും കൈകാര്യം ചെയ്യുന്നുണ്ട്. കടൽ ഖനനം വിശദീകരണവുമായി കേന്ദ്ര ഖനി മന്ത്രാലയം. പരിസ്ഥിതി ആഘാതം പഠിച്ചിട്ട് ഖനനം എന്നാണ് മനോരമ പറയുന്നത്. മത്സ്യബന്ധനത്തെ ബാധിച്ചേക്കുമെന്ന് കേന്ദ്ര സെക്രട്ടറി. എല്ലാ മന്ത്രാലയങ്ങളുടെയും അനുമതി പരിഗണിക്കും. കേരളവും ധാതുലേല ഭൂപടത്തിലേക്ക് എത്തുന്നു. ഭൂപടത്തിൽ കേരളമടക്കം 3 സംസ്ഥാനങ്ങൾ ഉടൻ ഇടം പിടിക്കുമെന്നാണ് കേന്ദ്ര ഖനമന്ത്രി ജി കിഷൻ റെഡ്ഡി പറഞ്ഞത്. കേരളത്തിന് പുറമെ ജമ്മു കാശ്മീർ, അസം എന്നിവയാണ് ഭൂപടത്തിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ 14 സംസ്ഥാനങ്ങൾ ഈ ഭൂപടത്തിലുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ഗണ്യമായ വരുമാനം ഇതിലൂടെ ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 4.15 ലക്ഷം കോടി രൂപയാണ് റോയൽറ്റി അടക്കം വിവിധ ഇനങ്ങളിലായി സംസ്ഥാനങ്ങൾക്ക് ഇതുവരെ ലഭിച്ചത് എന്ന് പറയുന്നു. ഇന്നലെ മത്സ്യമേഖല പൂർണ്ണമായിട്ടും നിശ്ചലമായി കേട്ടോ. ഒരു ചിത്രം കൂടി മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. തീരദേശ ഹർത്താലിനെ തുടർന്ന് ആലപ്പുഴ തോട്ടപ്പള്ളി മത്സ്യബന്ധന തുറമുഖത്ത് കയറ്റിയിട്ടിരിക്കുന്ന വള്ളങ്ങൾക്ക് സമീപം മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ഇരിക്കുന്ന ചിത്രമാണ് വെച്ചിരിക്കുന്നത്. ഒരു ദിവസം കടലിൽ പണിക്ക് പോയില്ലെങ്കിൽ ആ കുടുംബം അന്ന് പട്ടിണിയാണ് എന്നാണ് പൊതുവെ പറയാറ്. പ്രിയപ്പെട്ടവരെ, മാതൃഭൂമിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അഴിമതി പട്ടികയിൽ 200 ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കാർ ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരുടെ പട്ടിക തയ്യാറാക്കി വിജിലൻസിൻ്റെ വകുപ്പ്. 200ഓളം ഉദ്യോഗസ്ഥർ പട്ടികയിലുണ്ട് എന്നാണ് വിവരം. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ളവർ പട്ടികയിലുണ്ട്. വിവിധ വിജിലൻസ് യൂണിറ്റുകൾ തയ്യാറാക്കിയ പട്ടികയിലുള്ളവർ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ മാസം അറസ്റ്റിലായ 8 സർക്കാർ ഉദ്യോഗസ്ഥരിൽ 5 പേരും പട്ടികയിൽ ഉൾപ്പെട്ടവരായിരുന്നുവെന്നാണ് വിവരം. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പേരുകൾ കൂട്ടിച്ചേർക്കുന്നതിനോടൊപ്പം ഒഴിവാക്കുന്നുമുണ്ട്. ഒരു DIGയുടെ നേതൃത്വത്തിലാണ് വിശകലനം ചെയ്യുന്നത്. ഒരു വർഷത്തിനിടെ തലസ്ഥാന ജില്ലയിൽ നിന്ന് ആരും കൈക്കൂലി കേസുകളിൽ കുടുങ്ങിയിട്ടില്ല. എന്നാൽ അടുത്തിടെ 2 ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത് പട്ടികയിൽ ഉൾപ്പെട്ട നിരീക്ഷണത്തിലായതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചിയിലെ തീപിടുത്തത്തിൻ്റെ വാർത്ത ഇന്നലെ വൈകുന്നേരം എത്തിയതാണ്. കൊച്ചി തുറമുഖത്തെ FACTയുടെ സൾഫർ ബർത്തിലെ കണ്ടെയ്നർ ബെൽറ്റിൽ തീപിടിച്ച സമയത്ത് ഉള്ള ദൃശ്യങ്ങൾ കൂടി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഓസ്കർ പുരസ്കാര ജേതാവായ ഹോളിവുഡ് നടൻ ഹാക്മാൻ ഉണ്ടല്ലോ, ആ ഹാക്മാനും ഭാര്യയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഓസ്കർ പുരസ്കാര ജേതാവായ ഹോളിവുഡ് നടൻ ജീൻ ഹാക്മാനെയും 95 വയസ്സായിരുന്നു. ഭാര്യ ബെറ്റ്സി അറക്കാവയും 64 വയസ്സായിരുന്നു. US ന്യൂ മെക്സിക്കോയിലുള്ള വീട്ടിൽ മരിച്ച നിലയിൽ ബുധനാഴ്ച കണ്ടെത്തി. മരണകാരണം വ്യക്തമല്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും സാന്റഫെ കൗണ്ടി പോലീസ് അറിയിച്ചു. അതേസമയം കാർബൺ
കാർബൺ മോണോക്സൈഡാണ് മരണകാരണമെന്ന് കുടുംബവൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇവരുടെ നായയും ചത്തിട്ടുണ്ട്. ദ ഫ്രഞ്ച് കണക്ഷൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിലാണ് 1971 മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ഹാക്മാന് തേടിയെത്തുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയെ മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നത്. മനോരമയിൽ കടൽ മണൽ ഖനനത്തിന്റെ വാർത്തയ്ക്ക് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഇന്നലെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ചില മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വീട് 7 സെന്റിൽ ആയിരിക്കും, ചെലവ് 20 ലക്ഷമായിരിക്കും. 30 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് അത് ചുരുങ്ങി. നേരത്തെ തീരുമാനിച്ചത് 5 സെന്റ് സ്ഥലവും 30 ലക്ഷം രൂപയുടെ വീടും. ഇപ്പോൾ 30 ലക്ഷം വേണ്ട, നിർമ്മാണ ചെലവ് 20 ലക്ഷം മതി എന്ന് തീരുമാനിക്കുന്നു. രണ്ടാം ടൗൺഷിപ്പ് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം എന്നും തീരുമാനിച്ചിരിക്കുന്നു. ഭൂമി പതിച്ചു നൽകുന്നതിന് വരുമാന പരിധി കണക്കാക്കില്ല. അനുവദിക്കുന്നത് ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും പേരിൽ പാരമ്പര്യമായി കൈമാറാമെങ്കിലും 12 വർഷത്തേക്ക് മറ്റാർക്കും നൽകാൻ പാടില്ല. 12 വർഷത്തിനു ശേഷം അവശ്യഘട്ടങ്ങളിൽ പണയപ്പെടുത്തി വായ്പ എടുക്കുന്നതിന്റെ സാധുത ഓരോ കേസുകളും പരിശോധിച്ച് സർക്കാർ തീരുമാനമെടുക്കും. ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് നിർമ്മിക്കാൻ 15 ലക്ഷം രൂപ നൽകും. ദുരന്തബാധിതർ ഇപ്പോൾ നൽകുന്ന 300 രൂപ ബത്ത അതേ വ്യവസ്ഥയിൽ തുടരും. സപ്ലൈകോ മാസം 1000 രൂപയുടെ കൂപ്പൺ നൽകും. തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ മന്ത്രിസഭയിൽ എടുത്ത തീരുമാനം. പക്ഷേ ഇതിൽ പലരും ഇന്നിപ്പോൾ ഈ ദുരന്തബാധിതരായ മനുഷ്യരെ തള്ളിക്കളയുന്നുണ്ട്. ഒരു കാരണവശാലും ഈ 7 സെന്റ് അനുവദിക്കാൻ കഴിയില്ല. 10 സെന്റിലേക്ക് തന്നെ 15 സെന്റാണെന്ന് അവർ പറയുന്നത്. 10 സെന്റെങ്കിലും ലഭിക്കണം എന്നാണ് അവർ പറയുന്നത്. ഫോട്ടോ മലയാള മനോരമയിലെ ആദ്യ പേജിലുള്ളത് ഇന്നലെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഫാക്ട് സൾഫർ ഗോഡൌണിലേക്കുള്ള കൺവെയർ ബെൽറ്റിനുണ്ടായ അഗ്നിബാധ ടഗിൽ നിന്ന് വെള്ളമടിച്ചണയ്ക്കാനുള്ള ശ്രമം. വൈകുന്നേരത്തോടെ കത്തി തുടങ്ങിയ തീ ഏറെ പണിപ്പെട്ടാണ് കെടുത്താൻ സാധിച്ചത്. മറ്റൊരു കിളിപോയി എന്ന് പറയുന്ന ഒരു തലക്കെട്ടോടുകൂടി ഒരു വാർത്ത മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നലെ നാടുകാണി ഗൂഡല്ലൂർ റോഡിൽ ബൈക്കിലേക്കൊരു പുലി ചാടി. അങ്ങനെ ബൈക്കിടിച്ച് പുലി കുറച്ചു നേരം അവിടെ കിടന്നു. നാട്ടുകാരൊക്കെ അതിൻ്റെ വിഷ്വൽസൊക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുലി മിന്നൽ വേഗത്തിൽ കാട്ടിലേക്ക് കയറിപ്പോയ ചിത്രവും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഞങ്ങളുടെ റിപ്പോർട്ടർ ഇന്നലെ നോബൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്നലെ വന്നു. അത് പിന്നീട് പ്രതിപക്ഷ നേതാവൊക്കെ അത് നിഷേധിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. ആ വാർത്തയിൽ കെ സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ചയില്ല എന്നാണ് സതീശൻ ഇന്നലെ പറഞ്ഞിരുന്നത്. ഈ വാർത്ത പക്ഷേ ഇന്ന് വിശദമായി തന്നെ പത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മാധ്യമങ്ങൾ ഏറ്റെടുത്തു എന്നതിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഈ മാസം തന്നെ നേതൃമാറ്റം ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മറ്റ് ഉൾപേജ് പത്രങ്ങളിലേക്ക് കൂടി വന്നാൽ ദേശാഭിമാനിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദേശാഭിമാനിയിൽ ആദ്യ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി സുധാകരന് മുതിർന്ന നേതാക്കളുടെ പിന്തുണ, ഒറ്റപ്പെട്ട് സതീശൻ എന്ന തലക്കെട്ടാണ് നൽകുന്നത്. അതെന്താണ് അതിന് കാരണം എന്നറിയില്ല. തരൂർ ലേഖന വിവാദം മറയാക്കി KPCC പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റാനുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നീക്കത്തിന് തിരിച്ചടി. തരൂരിന് പിന്നാലെ മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും K മുരളീധരനും കെ സുധാകരനെ പിന്തുണച്ചതോടെ സതീശൻ തീർത്തും ഒറ്റപ്പെട്ടു. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകോലുവിന്റെയും AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയുടെയും റിപ്പോർട്ട് ആയുധമാക്കിയായിരുന്നു സതീശന്റെ നീക്കം. സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. കാര്യങ്ങൾ ഭംഗിയായി പോകുന്നതിനാൽ സുധാകരനെ മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് K മുരളീധരനും പ്രതികരിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നാണ് നിർണായകമായ ആ മീറ്റിംഗ് നടക്കുക. കേരളത്തിൽ നിന്നുള്ള MP-മാർ, നേരത്തെയുള്ള KPCC നേതാക്കൾ, ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ്. കടൽമണൽ ഖനനത്തെ എതിർത്ത് കേരളം 3 കത്ത് നൽകി. UDF MP-മാർ പാർലമെന്റിൽ മിണ്ടിയില്ല എന്നും ദേശാഭിമാനി പറയുന്നുണ്ട്. കടൽമണൽ ഖനനം പ്രതിരോധം തീർത്ത് കേരളത്തിന്റെ വാർത്ത ഇന്നലെ തീരദേശ ഹർത്താലിന്റെ വാർത്തയും നൽകുന്നു. ആശമാരുടെ ഒണറേറിയം 500 ആണോ 6000 ആണോ വലുത് എന്ന് ചോദിക്കുന്നു. ആശമാർക്കുള്ള ഒണറേറിയം വിഷയത്തിൽ 500 ആണോ 6000 ആണോ വലുത് എന്നാണ് സാമാന്യ ബോധമുള്ളവർ ചോദിക്കുന്നത്. 500 രൂപ മാത്രം വർദ്ധിപ്പിച്ച UDF 6000 രൂപ വർദ്ധിപ്പിച്ച LDF-നെതിരെ സമരം നടത്തുന്നത് എന്തിനാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്ന മട്ടിലാണ് ആശാവർക്കർമാരുടെ സമരത്തെ ദേശാഭിമാനി സമീപിച്ചിരിക്കുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുണ്ടക്കൈ ടൗൺഷിപ്പ് നിർമ്മാണമുടൻ കൽപ്പറ്റയിൽ വീടൊന്നിന് 7 സെന്റാക്കി ഉയർത്തി. ആദ്യഘട്ടത്തിലെ ടൗൺഷിപ്പ് എൽസ്റ്റണിലാണ്. 30 ലക്ഷത്തിന്റെ വീട്, അത് പക്ഷേ 30 ലക്ഷമല്ല 20 ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട്. ദേശാഭിമാനി 30 ലക്ഷം എന്നാണ് ഇന്നും എഴുതുന്നത്. മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിൽ ലോക്സഭാ മണ്ഡല പുനർനിർണയം കുറയ്ക്കലും കൂട്ടലുമല്ല, പ്രശ്നം അനുപാതം എന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അമിത്ഷായുടെ വാക്കുകൾ വിശ്വസിക്കില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മണ്ഡല പുനർനിർണയം വരുമ്പോൾ, പുതിയ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കുറയുമോ എന്നതാണ് ആശങ്ക. ദക്ഷിണേന്ത്യയിൽ BJP ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലായ ലോക്സഭാ മണ്ഡല പുനർനിർണയ വിവാദത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾ വിശ്വസിക്കാനാവില്ലെന്ന് പ്രതിപക്ഷം. ദക്ഷിണേന്ത്യയുടെ മണ്ഡലങ്ങൾ കുറയുമോ എന്നതല്ല, ഉത്തരേന്ത്യക്കും ദക്ഷിണേന്ത്യക്കുമിടയിലുള്ള ലോക്സഭാ സീറ്റുകളുടെ അനുപാതം നില
നിലവിലത്തെ രീതിയിൽ തുടരുമോ എന്നതാണ് വിഷയമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. പുതിയ സെൻസസിനു ശേഷം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടാകില്ലെന്ന് പറഞ്ഞപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരുന്നത് അമിത്ഷായുടെ തന്ത്രമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അമിത്ഷാ പറഞ്ഞത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോഴുള്ളതിൽ ഒന്നുപോലും കുറയില്ല. അപ്പോൾ ചോദ്യം വരുന്നു, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുമോ? അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. കൂടും, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് മാതാവ് ഷിവിയുടെ മൊഴിയെടുത്തേക്കും എന്ന വാർത്തയും മാധ്യമം പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. ദ ഹിന്ദുയിലേക്ക് എത്തിയാൽ ആദ്യ പേജിൽ ദ ഹിന്ദുവിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത കർണാടക CM സ്ലാം ഷാ റിമാക്സ് ഓൺ ഡീലിമിറ്റേഷൻ. സിദ്ധരാമയ്യയുടെ പ്രതികരണമാണ് ലീഡായി ദ ഹിന്ദു പത്രം കൊടുത്തിരിക്കുന്നത്. സിദ്ധരാമയ്യ കാൾ ഹോം മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സൗത്ത് വിൽ നോട്ട് ബി ഡിസഡ്വാൻറ്റേജ്ഡ് വേക്ക് ആസ്കിംഗ് ഇഫ് ഡീലിമിറ്റേഷൻ വിൽ ഫോളോ ദ ലേറ്റസ്റ്റ് പോപ്പുലേഷൻ റേഷ്യോ or the current number of Lok Sabha seat എന്നുള്ളതാണ്. നോ നെഗോഷിയേഷൻ ഓവർ അനക്സ്ഡ് യുക്രൈനിയൻ ടെറിട്ടറി എന്ന് ക്രെംലിൻ പറഞ്ഞതും പ്രധാനപ്പെട്ട വാർത്തയെ നൽകുന്നു. റഷ്യ ഉക്രൈനുമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആ ഒത്തുതീർപ്പിലേക്കും ആ അർത്ഥത്തിലില്ല. കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ ഉക്രൈന് തിരിച്ചു വിട്ടുകൊടുക്കില്ല എന്നാണ് റഷ്യയുടെ വാദം. പാസഞ്ചേഴ്സ് ഇൻ എറണാകുളം കൊല്ലം കോറിഡോർ സീക്ക് മോർ മെമു ട്രെയിൻസ്. റിപ്പോർട്ടർ TV പലതവണ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. എറണാകുളം കൊല്ലം സെക്ടറിൽ മെമു ട്രെയിനുകൾ കൂടുതൽ ആവശ്യമാണ്. ഈ വിഷയത്തിൽ പാസഞ്ചേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട്. വലിയ തിരക്കാണ് ഈ റൂട്ടിൽ ആവശ്യപ്പെടുന്നതും. അതും പ്രധാനപ്പെട്ട വാർത്തയായി ദ ഹിന്ദു പത്രം പ്രേക്ഷകരിലേക്ക് നൽകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകളായി നിറഞ്ഞു നിൽക്കുന്നത്.